മാർച്ച് 19 വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ. യൗസേ പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും, പ്രത്യേകിച്ച് ജോസഫ് നാമധാരികൾക്ക് നേരുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ വളർത്തുപിതാവാകാനുള്ള ഭാഗ്യം ലഭിച്ചവൻ. ഈ അസുലഭ ഭാഗ്യത്തെ ഹൃദയത്തിൽ നിന്ന് സംഗ്രഹിച്ച് നിശബ്ദ ജീവിതം നയിച്ചവൻ. ഒരു വാക്കുപോലും സുവിശേഷത്തിൽ അവൻ ഉച്ചരിക്കുന്നില്ല. പക്ഷെ 2000 വർഷത്തിലേറെയായിട്ടും ലോകം അവനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വാചാലതയേക്കാൾ ശക്തമാണ് ആ നിശബ്ദത. നിശബ്ദതയ്ക്ക് ഗർജിക്കുന്ന വാചാലതയുണ്ട്. പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു, എന്താണ് സത്യം? എന്നാൽ യേശുവിന്റെ നിശബ്ദത ഇന്നും എന്നും ലോകത്തിന്റെ മനസാക്ഷിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെക്കുറിച്ച് സുവിശേഷത്തിൽ ആകെ പറയപ്പെട്ടിട്ടുള്ളത്, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. താനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞവൾ താൻ അറിയാതെ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ചങ്കു തകരാത്ത പുരുഷന്മാരുണ്ടാകുമോ? ഇത്തരക്കാരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമം നിലനിൽക്കെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചത് ഒരു സ്ത്രീയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയായിരുന്നു. എന്താണ് നീതി? ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടം നിറവേറ്റുന്നതാണ് നീതി. മോശയുടെ നിയമത്തിൽ വിവാഹമോചനം അനുവദനീയമാണെങ്കിലും മലാക്കിയുടെ പുസ്തകത്തിൽ വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു എന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. നിസ്സാര കാരണങ്ങളാൽ വിവാഹമോചനത്തിന് പുറപ്പെടുന്നവരും വിവാഹമോചനത്തിന് ഇല്ലാന്യായങ്ങൾ മെനഞ്ഞെടുക്കുന്നവരും ദൈവത്തിന്റെ കോപത്തെയാണ് ക്ഷണിച്ചു വരുത്തുന്നത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചവരാണ് ഓരോ ദമ്പതികളും. അവന്റെ നീതിനിഷ്ഠയെ സാധൂകരിക്കുന്നതാണ് അടുത്ത വചനം. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. 2 സത്യങ്ങളാണ് ഇതിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ജോസഫ് ദാവീദിന്റെ പുത്രനാണ് എന്ന് മാലാഖ തന്നെ വെളിവാക്കുന്നു. യേശു ദാവീദിന്റെ പുത്രനാണെന്ന് 17 പ്രാവശ്യം നാം വായിക്കുന്നുണ്ട്. എന്നാൽ ജോസഫിലൂടെയാണ് അവൻ ലോകത്തിന്റെ മുമ്പിൽ ദാവീദിന്റെ പുത്രനായതെന്ന് വംശാവലിയുടെ കണക്കിലും മത്തായി സമർത്ഥിക്കുന്നുണ്ട്. മത്തായി 1:16. രണ്ടാമതായി, യേശുവിന്റെ ജനനം വഴിപിഴച്ചവളിൽ നിന്ന് എന്ന പ്രതിയോഗികളുടെ സംശയത്തിന് മാലാഖ തന്നെ ഇന്ന് ഉത്തരം പറയുകയാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മറിയത്തിന്റെ കന്യാമാതൃത്വത്തിന്റെ രഹസ്യം മാലാഖയാണ് ലോകത്തിന് വെളിപ്പെടുത്തി തരുന്നത്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഏശയ്യ 7:14, മത്തായി 1:22 മുതൽ 23 വരെ. സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ട് അവൻ അവളെ സ്വീകരിച്ചു. പിന്നീട് നമ്മയെല്ലാം ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു വചനമാണ് നാം വായിക്കുന്നത്. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. ഈ വചനം അവരുടെ ശാരീരിക ബന്ധത്തെ വെളിവാക്കുന്നതാണെന്ന് വിമർശകർ ആരോപിക്കുന്നു. പക്ഷേ പുത്രൻ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ പ്രകൃതിയിലും അന്തരീക്ഷത്തിലും അലയടിച്ചുയർന്ന അഭൗമിക സംഗീതവും മാലാഖാവൃന്ദങ്ങളുടെ സാന്നിധ്യവും ദർശിച്ചപ്പോഴാണ് അവന്റെ ഭാര്യയെയും അവൾക്ക് ജനിച്ച ശിശുവിനെയും ജോസഫ് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞത് എന്നതാണ് ഈ വചനത്തിന് നൽകാവുന്ന യഥാർത്ഥ വ്യാഖ്യാനം. വരാനിരിക്കുന്ന രക്ഷകൻ ഒരു കന്യകയിൽ നിന്നാണ് ജനിക്കുക എന്ന പ്രവചനം യഹൂദജനത്തിന് കാണാപ്പാഠമാണ്. ഓരോ യഹൂദ പെൺകുട്ടിയും ആ സ്ഥാനം മോഹിച്ചിരുന്നു. ആ കന്യകയാണ് തന്റെ പ്രതിശ്രുത വധു എന്ന് തിരിച്ചറിഞ്ഞ് അവളോട് ഏറെ ബഹുമാനവും ആദരവും അവനിൽ വളർത്തിക്കാണും. അവളോടൊപ്പം ആയിരിക്കുക എന്നത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അവളിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ് അവനെടുത്ത തീരുമാനം. ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണേ എന്ന് പത്രോസിന്റെ പ്രഖ്യാപനവും. അങ്ങന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എന്ന ശതാധിപന്റെ ഏറ്റുപറച്ചിലും. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന എലിസബത്തിന്റെ ഉദ്ഗീരണവുമൊക്കെ തങ്ങളുടെ അയോഗ്യതാഭാവം ഏറ്റുപറയുന്നവയാണ്. കറകളഞ്ഞ ആത്മീയതയുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ജോസഫും ചിന്തിച്ചു. തന്റെ പുത്രന്റെ അമ്മയാകാൻ ദൈവം അനാദി മുതൽ തിരഞ്ഞെടുത്തവളുടെ ഭർതൃസ്ഥാനം ഏറ്റെടുക്കാനും ദൈവപുത്രന്റെ അപ്പനാകാനും താൻ യോഗ്യനല്ല എന്ന അയോഗ്യതാഭാവം. അത് യൗസേപ്പിന്റെ അത്യുത്തമമായ എളിമ കൂടിയാണ്. രഹസ്യത്തിൽ അകന്നു നിൽക്കാനുള്ള ഈ തീരുമാനത്തെ ഭാഷാപരമായ ഒരു തെറ്റായി രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന
വിവർത്തനത്തിന് ഒരു പുനർവായന അത്യാവശ്യമാണ്. ലോകത്തിന് എല്ലാ തരത്തിലും മാതൃകയാക്കാവുന്ന ജോസഫിന്റെ വ്യക്തിപ്രഭാവത്തിന് കാലം ചെല്ലുന്തോറും മിഴിവും തെളിച്ചവും ഏറിവരികയാണ്.